Hello guys, welcome back to Wander with Manu. മടിയല്ല, പഠിക്കല്ലേ, പഠിക്കണ കുട്ടിയൊക്കെ ഇന്ന് സമയം എന്താടാ. നമ്മളിന്ന് സമയത്തായി 4:50. നമ്മളിന്ന് വയനാട് പോവാണ്, അജാസ് അടുത്തേക്ക് പോവാണ്. അജാസിൻ്റെ അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. അതിൽ റിവ്യൂ സെറ്റ് ആയിട്ടില്ല. ചീറ്റിങ് കൊണ്ട് പോയില്ലേ, അത് റിവ്യൂ കൊണ്ട് സെറ്റായില്ല. ഈ സാധനം ഓണാണാവല്ലേ? ഓണാവും സാധനത്തൊക്കെ അല്ലേ? ഓണാവും. അപ്പോൾ നിങ്ങൾ കണ്ണാടി വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഓണല്ലേ? ഓണാണ്. ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് എഡിറ്റ് ചെയ്തില്ല. മടി കൊണ്ടല്ല, അതിലൊരു കണ്ടന്റ് ഇല്ല. ബൈക്കിലാകുമ്പോൾ എന്താ അറിയോ, ആക്ഷൻ ക്യാമറ ആണോ. ഇതിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഇത് കേൾക്കും, ഒരു പരിധി വരെ കേൾക്കും. പക്ഷെ മറ്റേല് നടക്കൂല. മറ്റേല് മൈക്ക് കിട്ടി അങ്ങനെ കിട്ടണം. നമ്മളവിടെ എത്തിയിട്ട് പിന്നെ ഒക്കെ കൂടി പറയാറുണ്ട്, നടക്കൂല. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. ചെറിയ മഴ ഉണ്ട്, നല്ല മഴയത് അടിപൊളിയാവും അല്ലേ? മഴയത് മൂടാവും. അതാണ് സംഭവം. അപ്പം നമ്മളിങ്ങനെ വയനാട് പോയി, പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അവിടെ പോവുക, എന്നിട്ട് നമുക്ക് ബാക്കി അവിടുന്ന് ഡിസൈഡ് ചെയ്യാം. കുറച്ച് ഉള്ളിൽ നിന്നുള്ള ഷോർട്സ് എടുക്കാം. പുറത്ത് കാണാനൊന്നുമില്ല, എന്നാലും നമ്മൾ അനീന് അതിവിദഗ്ധമായി നല്ല അല്ലേ, അനീന്റെ കണ്ണുകൾ എത്താത്ത സ്ഥലമല്ല എവിടെ അല്ല, പ്രകൃതി രമണീയമായിട്ട് ഞാൻ പറയാം. അതെ, മീറ്റർ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചോനെ മൈലേജ് കിട്ടിയാൽ അല്ലെങ്കിൽ പ്ലാനൊക്കെ മുറിഞ്ഞു. അപ്പൊ പറഞ്ഞാരി നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാം. കാഴ്ചകൾ ഈ വ്ളോഗ് ചെയ്യുമ്പോ ക്യാമറ പിടിക്കുവോ? ഇല്ല, അതിനുള്ള ബുദ്ധി ഉണ്ടാവും. പിന്നെ അത് സ്കാൻ ചെയ്യുമോ? കയ്യിലുണ്ടായിരുന്നല്ലോ. പക്ഷെ പെട്ടെന്ന് ഒരാളിപ്പോ ഫോൺ എടുത്തപ്പോ എന്താ പറ്റുക? അതൊക്കെ നിങ്ങൾ നടക്കണ കേസപ്പോ എമർജൻസി ആയിട്ടൊരു കോൾ ഉണ്ട്. നമുക്ക് സൈഡാക്കിയിട്ട് ഫോൺ തൊടാൻ പാടുള്ളൂ എന്നാണ് ശരിക്കും. ശരിയാണ് ആർക്കും. അപ്പൊ കേസ് പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഇനി കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം. സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാണ്. സംഭവം വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ, പക്ഷെ ഇവിടെ നിന്ന് കുടിച്ചിട്ടാണ്ട് പോവല്. അപ്പോഴൊരു ഇതുണ്ടാവുള്ളൂ. ചെറിയ മഴ ഇതിന് കേസ്, പക്ഷെ മഴ പെയ്യണില്ല. മഴ ഏതാ പറ മൂടാം. നമ്മളിപ്പോൾ വയനാട് ചുരത്തിൻ്റെ മോൾ ഭാഗം ലക്കിടി വ്യൂ പോയിന്റ്. ഇവിടെ നിർത്തിയാൽ ഫൈൻ കിട്ടുന്നുള്ളൊരു വേവലാതിയിൽ നമ്മൾ നിർത്തണം. ബൈക്കാണെങ്കിൽ പ്രശ്നമില്ല. നിർത്തിയതിൻ്റെ ശേഷം ഒരു ലോഡ് ഫൈൻ വരും. പിന്നെ മറ്റേത് മറച്ചത് പിന്നെ അതടക്കാനേ നേരിട്ടുള്ളൂ. ചെറിയൊരു കോടുണ്ട് വൈത്തിരി. പിന്നെ എന്തായാലും ഈ ഭാഗത്ത് നമ്മൾ കോട പ്രതീക്ഷിക്കുന്നു. നല്ല കാലാവസ്ഥ കേട്ടോ. പുറത്തിറങ്ങി നോക്കണം. പുറത്തിറങ്ങി നോക്കണം എന്താ അവസ്ഥ. ജലസ ഇടിച്ചിട്ടുണ്ടാവും അല്ലേ? ഓ അങ്ങോട്ട് അടിപൊളി. വെൽക്കം ടു വയനാട്. നൈസ് ടു മീറ്റ് യു. വണ്ടി നല്ല മൈലേജ് അടിക്കുന്നുണ്ട്. ഈ മീറ്റർ പറ്റിയ കാലം അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ചുരമൊക്കെ കയറി എന്നിട്ട് 8.7 കറക്റ്റ്. ദാറ്റ് ഈസ് ഗുഡ്. ചുരത്തിൽ ദാറ്റ് ഈസ് ഗുഡ്. റോഡ് ഇവിടെ നമ്മൾ EV ചാർജ് ആക്കിയത് ഇതിന്റെ സൈഡില് അവിടെ ഒരു EV ചാർജിങ് പോയിന്റ് ഉണ്ട് അല്ലേ? കുറേ സമയം എറർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടീൻ്റെ പ്രശ്നം എന്താ ചാർജ് ചെയ്തു. നമ്മൾ നേരെ അജാസിൻ്റെ അടുത്തേക്ക് നേരെ കൊളുത്തോണ്ട് ഞാൻ ഓരോ പണി കൊടുക്കും. വീഡിയോ എടുക്കാൻ അനീനെ കാര്യമായിട്ട് അതിനാണ് കൊണ്ടത്. എനിക്ക് എവിടെ വീഡിയോ എടുക്കുക? അതാണ് ഡ്രൈവിംഗ് പ്ലസ് വീഡിയോ സ്കിൽസ്. എന്നിട്ടാണ് പിറ്റേന്ന് നല്ല പോലീസ് പിടിച്ചിട്ട് നമ്മൾ എങ്ങനെ പോയി പോകുന്ന കാര്യം സ്കില്ല്. ചെറിയൊരു ചാറ്റൽ മഴ. നല്ല കാലാവസ്ഥ അല്ലേ? ഇതിൽ ഡ്രൈവിന് പറ്റിയ കാലാവസ്ഥ. ഒന്നും വേണ്ടി തിരക്കുമില്ല. എന്താ അവസ്ഥ? നമുക്ക് ഇനി അജാസിന്റെ കോളേജ് വിംസാണ്. നമ്മള് മേപ്പാടിന്ന് തിരിഞ്ഞു പോകണല്ലേ? മേപ്പാടിന്ന് തിരിയല്ലല്ലോ. മേപ്പാടി വീട്ടിൽ കയറണം. ഇങ്ങനെ പോവാം. കോഴിക്കോട് ബസ്സാണ് നിർത്തിയിട്ടില്ല. ഇന്നലെ നല്ല രസമായി. തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് എല്ലാണ്ട്
സമയം എത്രയായി? എത്ര മണിക്കൂർ എടുത്ത്? സമയം 6:45. 6:45. നമ്മൾ 5:30 നമ്മൾ അരിക്കോടാ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ നല്ല പോകുന്നുള്ളൂ. മൈലേജ് നമുക്കൊരു കൺസേൺ ആയിരുന്നു. അതെ, നമ്മളെ ആവശ്യമായി പോയി. ആണെങ്കിൽ നല്ല പോരാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല, അവസ്ഥയാണ് അറിയില്ലേ. ഇത് കാണുന്നവര് എല്ലാരും കാണുക. നമ്മള് മലയാളിയുണ്ട് റോഷൻ, ബ്ലഡിയോസ്റ്റോക്കിലില്ല, ചെക്കൻ സെറ്റായി പറഞ്ഞു. നമുക്ക് വീഡിയോ കോൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നമ്മള് ഇതിലിടുള്ളൂ. അതെ, സ്റ്റാൻഡേർഡ് പ്രതീക്ഷ വന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ഇല്ല. ഇതൊക്കെ ആരെ കാണുന്നുണ്ടാവുക? ആരെയും കാണുന്നുണ്ടാവോ? ഉണ്ട കാണും എന്റെ വീഡിയോ, ഉണ്ട കാണും, ഇയൊക്കെ അടിച്ചു വിടും ഫുള്ള്. ഇത് കാണുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ചിലക്കട ബാക്കി മര്യാദക്കിരുന്ന് കേൾക്കും എന്തെങ്കിലും പറയണ്ടോന്നേ. അല്ല, എനിക്ക് തോന്നുന്നില്ല ഇവരുന്ന് കാണുന്നേ. എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇതില്. പിന്നെ ഏറ്റവും ലോക 2 മടിയാൻ പറ്റും. നാട്ടോടെ ഒരു മടിയുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കേൾക്കും. നാട്ടിക്ക് ലീവായിട്ട് ആലോചിക്കണം. സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ചയാണ് ലീവ് ഉണ്ടായിട്ട് നാട്ടിൽ വരാൻ മടി. എന്താ ഞാൻ ഇതിൽ കൊണ്ടുപോകാറുണ്ട്, എന്നിട്ട് എന്താ മടി? തിരിച്ച് ബസ്സിന് വരട്ടെ. ഒരു ദിവസം വിളിക്കണിന്നെ, ഇന്നാക്കി തരുടാ, നമുക്ക് പൈസ എത്ര വെച്ചാൽ തരാന്നൊക്കെ. അജാസാ മൂടായിക്കണേ. ഇപ്പളേ മടി തുടങ്ങിയാല് എന്താ കാട്ടുക? കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഒരു പെണ്ണ് കെട്ടി എന്താ കാട്ടുക? അജാസിന്റെ ട്രൂ ലവ് സ്റ്റോറി നമ്മള് അത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ബെസ്റ്റ് ആണോ? അതേ തട്ടത്തിമറയത്ത് വൈബാണ്. നമ്മൾ എക്സ്ക്ലൂസീവ് സാധനം നമ്മളിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി കാഴ്ചകൾ കണ്ടു പോകാം. നമ്മളെ റിംസിന്ന് അജാസിന്റെ എക്സ്ക്ലൂസീവ് കഥ കേട്ടിട്ട് എന്റെ ഒരു അറ്റാക്ക് ആയി. എനിക്ക് എന്താ അവസ്ഥ? എന്തൊക്കെ ഈ കൊച്ച് കേരളത്തിൽ നടക്കണില്ലേ? എങ്ങനെയാണ് ചെക്കൻ്റെ മാസത്തെ എക്സ്ക്ലൂസീവ് ഷോട്ട് കാണിച്ചു കൊടുക്കുന്നത്? ഫസ്റ്റ് ഇയർ ഡൗട്ട് ഉണ്ടെങ്കിൽ അജാസിനോട് ചോദിക്കാം. കാരണം A to Z എല്ലാം അറിയാം. 4 മണിക്കൂർ മിനിമം ആണല്ലോ കമ്പനി സ്റ്റഡി. 4 മണിക്കൂർ ഒന്നും അല്ലാതെ നമ്മള് വെറുതെ 4 മണിക്കൂറിന് കണ്ടപ്പോ അതൊന്നും അല്ലാതെ അയ്യോ ഓളെന്നെ അന്തം വിട്ട്. എന്തൊക്കെ കാണണം, എന്തൊക്കെ സഹിക്കണം. വെറുതെ മീശ താഴൊക്കെ വെക്കാത്ത ഓളെ പറഞ്ഞിട്ടില്ലേ മീശക്കണ ഇഷ്ടല്ല. എന്തായാലും നമ്മള് കുട്ടി നമ്മളെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ കേട്ടതന്നെ അന്തം വിട്ട്. ഇനി റോഷൻ ഒന്ന് വിളിക്കാണ്ടിരിക്കും, എല്ലാ രണ്ടിടത്തിന് കൊല്ലും. എന്ത് ഞങ്ങൾ തന്നെ അന്തം വിട്ടൂലേ? അത് കണ്ട തിരുപ്പതി നല്ല പ്രകൃതി 2 വണ്ടികളൊക്കെ വരില്ലേ? അയ്യോ, പിന്നെ ചിലവരിവിടെ പറയുന്നത് ഇവിടെ ബസ് പോലാന്ന്. പിന്നെ ഈ പോയതൊക്കെ പിന്നെ ഞങ്ങള് 5 മിനിറ്റ് കൊണ്ട് 10 ബസ് കണ്ടത് ഇവിടെ പോണേ. KSRTC ഫുള്ള് KSRTC നിക്കണം. ഞങ്ങളോനെ കൊണ്ടാക്കണത് എന്താ പോന്റെ അന്ന് ഞാൻ വന്നതിനാരോ വടുവഞ്ചാൽക്ക് വന്നു. വടുവഞ്ചാലിന് മേപ്പാടി ബസ് വന്നു. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വേറെ ഒറ്റക്കല്ലല്ലോ, ഒരാളില്ലേ. മാക്സിമം ലോങ് റൂട്ട് നടത്താം, ബസ്സില്ല, അതൊക്കെ പറയണ്ടേ. ഇതേപോലെ നടക്കാന് അതിലൊന്നും ഈ കപ്പിളായിട്ടില്ല എന്നുള്ളൂ. ഗേൾസിന് ഞങ്ങൾക്ക് എത്ര ഗൈസ് നമ്മളിപ്പോ സൗഗന്ധികയിലാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് കൂടെ വരുമ്പോ നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന സ്ഥലമാണ്. ബാഗിൽ വെച്ചോ, നമ്മള് നൈസായിട്ട് കയറി ചെങ്ങായ ഫ്ലോ ആണ്ട് കളഞ്ഞ്. ഇവിടെ ബുഫേ സിസ്റ്റമാണ്. ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, എന്തോ സാമ്പാറുണ്ട്, ചട്നി, പുട്ട്, പൊറോട്ട, കടല, മുട്ട. ഇത് നല്ല വ്യൂ. വെസ്റ്റ് സൈഡല്ല, വെസ്റ്റ് സൈഡല്ല സ്റ്റുഡിയോ. നല്ല
പ്രകൃതി രമണീയമായ റോഡാണ്. നമ്മളൊരു പ്രകൃതി രമണീയമായ പുൽപ്പള്ളി റോഡ്, സുൽത്താൻ ബത്തേരി ടു പുൽപ്പള്ളി റോഡ്. സ്പോട്ടിൽ തന്നെയാടാ. നമുക്ക് ഒരു 3.5 ഒരു സ്പോട്ട് കാണുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താവുന്ന്. ഗൈസ് നമ്മളിതാ പോയോണ്ടിരിക്കാണ്. ഇപ്പൊ സ്പോട്ടിലെത്തും. അവിടെ എത്തിയിട്ട് നമ്മൾ വരാം. സംഭവം വെള്ളമല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. തന്നെയാണ് സ്പോട്ട്. നൈസ് സ്പോട്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്ന് തിരിച്ച് മുത്തങ്ങായി ഗുണ്ടൽപേട്ട് പോകണം. അവിടെ എത്തിയിട്ട് ഗുണ്ടൽപേട്ട് എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് വണ്ടിപ്പൂര് വഴി പോകും. നമ്മള് ചായയും കടയിൽ കഴിച്ച് ഗുണ്ടൽപേട്ട് കുറച്ചൊന്ന് ഇറങ്ങി നൈസായിട്ട് നമ്മൾ തെളിക്കും. നമ്മളിതാ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടക്കാണ്. മുത്തങ്ങ ഫോറസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്, ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ചെറുതായിട്ട് ക്യാമറ താഴ്ത്തുണ്ട്. ഫോറസ്റ്റ് കയറി കേരള ഡിവിഷൻ. ഇവിടെ എന്തെങ്കിലും നല്ല എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ ആന കണ്ട പോലെ നൈസായില്ലേ. ചെറുതായിട്ട് ബാക്കി തന്നപ്പോഴേക്കും വേറെ ബസ്സാരം വന്നിട്ട് ഓളാക്കിയതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും പാടെ ക്ലോസ് റേഞ്ച് ഷോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വല്ലതും വലിയ പുലിയോ കടുവ എന്തെങ്കിലും കാണാൻ നമ്മൾ കാണിച്ചു തരും. നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് പോകുക. വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് പോകാം. അജാസേ ഇതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ, ആലോചിച്ചോ. നമ്മൾ ഗുണ്ടൽപേട്ടാണ്, നമ്മൾ ചാടിക്കാൻ നിർത്തിയാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഹലോ ഗൈസ്, വണ്ടിപ്പൂര് നമ്മളിപ്പോ ബന്ദിപ്പൂര് ടൈഗർ റിസർവ് അതിലാണ് പോയോണ്ടിരിക്കാണ്. നമ്മള് ടൈഗറിനൊന്നും കാണില്ല എന്നുണ്ടെങ്കിലും 1-2 മാന് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കണ്ട്. കുഴപ്പമില്ല, സമയമുണ്ട്. നല്ലതാണ്, നല്ലൊരു ആംബുലൻസിലൂടെ നമ്മൾ പോണത്. ഭയങ്കര തണുപ്പേസിട്ടുണ്ട്. നല്ല ഇതിലാണ് അസ്തമിക്കുന്നതായോണ്ട് നല്ല തിളങ്ങി നിൽക്കും. പുറത്തൊക്കെ നല്ല പച്ചപ്പും ഹരിതാപകരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അതിലൂടെ ഇങ്ങനെ പോയിട്ടിരിക്കാണ്. അടുത്ത നമ്മളെവിടെ? അടുത്ത നമ്മള് പെരേക്ക് അല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഇതിൽ കയറുന്നില്ലേ, മുതുമലൈ. അവിടെ ആര് കാണാൻ ഒരു കുരങ്ങുണ്ടോ അവിടെ? നമ്മളെ ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. സോറി റോഷൻ അവിടെ ഉണ്ട്. നമ്മള് യൂട്യൂബിലാണ് റോഷൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ വരൂ, വരാണ്ടിരിക്കൂല. അത് നിങ്ങളുടെ എത്തിക്കണാണ്. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടാണ് ഒഴിവാക്കിയാലാണെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യും. അങ്ങനെയല്ലേ, ബാക്കിയുള്ളവര് ഇട്ടതാണെങ്കിലും നമ്മൾ കാണിച്ചു തരും.
ആരും പേടിക്കേണ്ടതില്ല, എല്ലാരും നമ്മൾ പണ്ടൊക്കെ മനു അങ്ങനെ കാട്ടിട്ട് നേരെ മറ്റേത് പോകുന്നതിനു പിൻട്രസ്റ്റ് പോവും, എന്നിട്ട് സാധനം ഇന്നെടുക്കുക ടുഡേ സ്പോട്ടഡ് മാനും ഇന്ത്യൻ ടൈഗർ മറ്റേ ടൈഗറിനൊക്കെ പറഞ്ഞ ബംഗാൾ ടൈഗറിനൊക്കെ പറഞ്ഞ് കയറ്റിയിടലാണ്. പോണ വഴി കാണിച്ചു തരാം. ഒരു വൺ വേ അല്ലേ ഇത്? അല്ലേ, ഇത് വൺ വേ ആണ്. എല്ലാരും ഉണ്ടോ ആസ്വദിച്ചോളി. Something to hold on to, gotta find it first. But here I am, 'cause I've been laying under palm trees, waiting for the summer, knowing there's nowhere to go. 'Cause I am happy on this island, wanna be my farmland. I don't ever want to leave, I'm in a tropic club. മാങ്ങ, പൈനാപ്പിള്, പിന്നെന്താ നമ്മളെല്ലാവരും മാങ്ങ കണ്ടപ്പോൾ പൈനാപ്പിൾ എല്ലാം ഉണ്ട്. ഏതാ ഇപ്പോഴും സ്റ്റിൽ ഓൺ മുതുമലൈ റോഡ്. മുതുമല കഴിഞ്ഞു, നാട് കാണിക്ക് ഇങ്ങനെ ഗൂഡല്ലൂർക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെയാണ്, അപ്പം ശരി ഗൈസ്, മാങ്ങ അങ്ങട്ടെ. ഗൂഡല്ലൂരാണ് ഗൈസ്, ഗൂഡല്ലൂർ വലിയ ബ്ലോക്ക് ഒന്നുമില്ല, എന്നാലും ബ്ലോക്ക് ഉണ്ടല്ലോ ജാസം. മാങ്ങ കഴിച്ച് ചില്ലായിരിക്കാണ്, സോൾഡ് ഇരിക്കുകയാണ്. കുറച്ച് ചില്ലിങ് ഇതാ കാണില്ല എല്ലാവരും. ബീപ്പർ ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ലേക്കാരല്ലേ? ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. കലിപ്പന്റെ കന്താരി ഇത്രയും ജനങ്ങൾ ഇത്രയും തിരക്കുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഇതാ. അതിന്റെ ഇടയിൽ ഇപ്പം കാണണ്ടില്ലേ ഇതും ഭയങ്കര സമൂഹത്തിന്റെ പോക്ക്. അബ്ബാസ് എവിടെ? എത്രയും തിരക്ക് പിടിച്ച ഇതും ഒക്കെയാണ് ഇതിന്റെ ഇടയിൽ ഓൻ കാണുന്ന ഇങ്ങനത്തൊക്കെ. അബ്ബാസിന്റെ ജീവിതം പറഞ്ഞ നമ്മളങ്ങനെ കേരളം കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കേരളം കയറിയതിന്റെ ശേഷം അടിപൊളിയാണ് ഗൈസ്. അല്ല, കേരളം കയറിയിട്ട് ഇതർ അടിപൊളിയില്ല, റോഡല്ലേ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ മഞ്ചേരി എത്തിയിരിക്കുകയാണ്. നമ്മള് ഓൾമോസ്റ്റ് അല്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 353 കിലോമീറ്റേഴ്സ് ഓടി വിത്ത് മൈലേജ് ഓഫ് 9.6 കിലോമീറ്റർ പെർ ലിറ്റർ, വിച്ച് വാസ് ആക്ച്വലി ഗുഡ്. പിന്നെ പറയുകയാണെങ്കിൽ നല്ല ഡ്രൈവ് ചെയ്ത്, പിന്നെ അവിടുന്ന് നാടുകാണിയിൽ നിന്ന് ഇങ്ങോട്ട് അജാസിന്റെ ദുരന്തകാലം കേട്ട്, പിന്നെ ഫുള്ള് ട്രാഫിക്കും മോൻ്റെ അതേമാതിരി തന്നെ സീനായി. മഞ്ചേരി എത്തിയ സമയം കുറച്ച് ടയർഡാണ്. പക്ഷെ നമ്മള് അടുത്തൊരു യാത്രയിൽ സന്ദർഭിക്കും വരുന്ന എന്താ. See you all in the next video. Until then, bye bye.